പ്രവർത്തിച്ചു എന്നാണ് അവിടുത്തെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം അവിടെ താമസിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. എനിക്ക് ദേശീയ തലത്തിലേക്ക് പോകേണ്ടതുണ്ട്. ദേശീയ തലത്തിൽ വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് അവിടെ ഉണ്ടാകുന്നു. 235 സീറ്റുകൾ, 252 സീറ്റുകൾ NDAക്ക് നൽകുമ്പോൾ ഇന്ത്യ മുന്നണി അവിടെ 235 സീറ്റുകളിലേക്ക് എത്തിയിരിക്കുന്നു. എത്രയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്? 295. പറയുമ്പോൾ വാരണാസിയിൽ മോദി പിന്നിൽ എന്ന വാർത്തകളെല്ലാം പറഞ്ഞ പുറത്തു വരുന്ന ആ രീതിയിലുള്ള ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ ദൈവം പിന്നിലോ? ഇന്ത്യ മുന്നണി വീണ്ടും ലീഡ് ഉയർത്തുന്നു. 237 അതിൽ വിശ്വസിക്കാൻ ഞാനില്ല. ധ്യാനം ഫലം കണ്ടില്ലേ? അതിൽ വിശ്വസിക്കാൻ ഞാനില്ല. 237 വോട്ട്, 237 ഇടത്താണ് രാജ്യത്ത് ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നത്. NDA കുറയുകയാണ്. 250 ഇടത്ത് മാത്രമാണ്. തുടക്കത്തിൽ 290, 300, 302 സീറ്റുകളിൽ മുന്നിട്ട് നിന്ന NDA 250ലേക്ക് താഴ്ന്നു. NDA ഇന്ത്യ മുന്നണി 237 ഇടത്ത് മുന്നിട്ട് നിൽക്കുന്നു. പരിഗണിലാവുന്ന UP എന്ന് പറയുന്നത് വാരണാസി ഉൾപ്പെടുന്ന UP ആണ്. വാരണാസി എന്ന് പറയുന്നത് മോദി 3ാം വട്ടവും മത്സരിക്കുന്ന UP ആണ്. അവിടെ വാരണാസിയിൽ മോദി പിന്നിലേക്ക് പോകുന്നതാണ് ഈ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. എത്ര വോട്ടിനാണ് പിന്നിൽ? വോട്ടിന്റെ കണക്ക് ഇപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ വ്യക്തമാകുന്നതാണ്. എന്തായാലും അവിടെ ഒരു പതർച്ച ഉണ്ടാകുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്ക് സംസ്ഥാനത്തേക്ക് തിരിച്ചു വരുമ്പോൾ, കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നോക്കുകയാണെങ്കിൽ 45 ഇടത്തേക്ക് ചുരുങ്ങി. അതിന്റെ വളർച്ച